Calculate the temporary and permanent hardness of a water sample containing the following data. Calcium bicarbonate CaHCO3 twice equal to 162 milligram per liter. Calcium sulfate CaSO4 equal to 136 milligram per liter. Magnesium chloride MgCl2 equal to 95 milligram per liter. Magnesium bicarbonate MgHCO3 twice equal to 73 milligram per liter. Calcium chloride CaCl2 equal to 111 milligram per liter. ഇത്രയും കോമ്പൗണ്ട്സ് കൊണ്ടുണ്ടാവുന്ന ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏതൊക്കെ സോൾട്സ് ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? ടെമ്പററി ഹാർഡ്നെസ് കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ട്, കാൽഷ്യം സൾഫേറ്റ്, മാഗ്നീഷ്യം ക്ലോറൈഡ്, magnesium bicarbonate and calcium chloride. Calcium bicarbonate and magnesium bicarbonate. Yes, sensory. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനെ നമുക്കറിയാം ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ആണ് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ വാട്ടർ സാമ്പിളിൽ രണ്ട് ബൈകാർബണേറ്റ്സും പ്രസന്റ് ആണ്, കാൽഷ്യം ബൈകാർബണേറ്റ് ആൻഡ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. സോ ദീസ് സോൾട്സ് കോസ് ടെമ്പററി ഹാർഡ്നെസ്. These salts cause temporary hardness to the water sample. Calcium bicarbonate and magnesium bicarbonate. Remaining salts ആണ് permanent hardness cause ചെയ്യുന്നത്. Okay. Then നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? We have to calculate, yes, calcium carbonate equivalence. We have to calculate calcium carbonate equivalence. തന്നിരിക്കുന്ന ഓരോ സോൾട്ടും എത്ര കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് ആണ്. തന്നിരിക്കുന്ന ഓരോ സോൾട്ടും എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ഹാർഡ്നെസ് ആണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തല്ലോ അല്ലേ? എത്രയൊക്കെയാണ് കിട്ടിയത്? കാൽഷ്യം ബൈകാർബണേറ്റ് എത്ര കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ആണ്, ഇക്വലന്റ് ഹാർഡ്നെസ് ആണ്? 100. Okay. Calcium sulfate 100. Magnesium chloride ഋതുലേ ഋതുൽ okay 100. Then വിനയ മാഗ്നീഷ്യം ബൈകാർബണേറ്റോ? വിനയ മാഗ്നീഷ്യം ബൈകാർബണേറ്റ് എത്ര ഇക്വലന്റ് കാൽഷ്യം കാർബണേറ്റ് ഹാർഡ്നെസ് ആണ്? 50. 50, yes. Then calcium chloride ഓ? അഭിജിത്ത് KP calcium chloride. I'm 100. Yes, 100.
എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ് ഓഫ് ഡിസോൾവ് സോൾട്ട്. കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന സോൾട്ട്. എങ്ങനെയാണ് ഈ കാൽഷ്യം കാർബണേറ്റ് ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോളിക്കുലർ മാസ് ഓഫ് ദ സോൾട്ട്, ദാറ്റ് ഈസ് 162 for calcium bicarbonate into 100 molecular mass of CaCO3 divided by 162 molecular mass of calcium bicarbonate, which is equal to 100. കാൽക്കുലേറ്ററിന്റെ യൂസ് ഇല്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് 100 എഴുതാം. Then calcium sulfate, 136 molecular mass of calcium, 136 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര എമൗണ്ട് ആണ്? ഞാൻ നേരത്തെ 162 പറഞ്ഞപ്പോ എത്ര എമൗണ്ട് ആണ് എന്നാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമുള്ള 162 കാൽഷ്യം ബൈകാർബണേറ്റിൽ ആദ്യമുള്ള 162 ആ സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന കാൽഷ്യം ബൈകാർബണേറ്റിന്റെ എമൗണ്ട് ആണ്. ഇവിടെ 136 സാമ്പിൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന കാൽഷ്യം സൾഫേറ്റിന്റെ എമൗണ്ട് ആണ് ആ 136 ഇൻറ്റു molecular mass of CaCO3 divided by molecular mass of calcium sulfate. അതും ക്യാൻസൽ ചെയ്ത് പോകുന്നു. It will be 100. Then for magnesium chloride, 95 milligram per liter into 100 molecular mass of CaCO3 divided by 95, which is the molecular mass of MgCl2. അവിടെയും ക്യാൻസൽ ചെയ്ത് പോകുന്നു, which is equal to 100. Then for magnesium bicarbonate, the amount of magnesium bicarbonate present in the water sample equal to 73 milligram per liter. So that's 73 into 100 divided by 146. 146 gram per mole. It is the molecular mass of magnesium bicarbonate, which is equal to 50. Then for calcium chloride, 111 into 100 divided by 111. 111 is the molecular mass of CaCl2. It is also equal to 100. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യം CaCO3 ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്, ടോട്ടൽ ഹാർഡ്നെസ് ആണെങ്കിൽ അത്, പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ആ ഒരു സെന്റൻസിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇതുപോലെ ടെമ്പററി ഹാർഡ്നെസ് ഡ്യൂ ടു കാൽഷ്യം ബൈകാർബണേറ്റ് ആൻഡ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. ആ ഒരു സ്റ്റെപ്പിന് ഒരു മാർക്ക് കൊടുത്താണ്. നമ്മൾ സിംപ്ലി ഈ കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ടെമ്പററി ഹാർഡ്നെസ് എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. Which is equal to 100 plus 50. Calcium bicarbonate 100, magnesium bicarbonate 50. 100 plus 50, 150. Permanent hardness is due to calcium sulfate, magnesium chloride and calcium chloride. 100 plus 100 plus 100, which is equal to 300 ppm. യൂണിറ്റ് എഴുതണം കേട്ടോ. ഹാർഡ്നെസ് അതിന്റെ യൂണിറ്റ് ppm ആണ്, അത് എഴുതണം. പിന്നെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഹാർഡ്നെസ് ചോദിച്ചിട്ടില്ല. അതെങ്ങനെ എഴുതാം എന്നുള്ളത് അവിടെ ഞാനൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു ടെമ്പററി ഹാർഡ് is equal to 150 plus 300 equal to 450 ppm. ആ പ്രോബ്ലം ഡിഫിക്കൽട്ട് ആണോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ അത്?
Okay. Okay, after. Then estimation of hardness of water. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. EDTA മെത്തേഡ് നമുക്കറിയാവുന്നതാണല്ലേ, ലാബ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരുന്നു EDTA മെത്തേഡ്. സോ എന്താണ് ആ മെത്തേഡ്, എന്താണ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, പ്രൊസീജിയർ പഠിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ലാബിന് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നോ? പിന്നെ അതിലെ ഇക്വേഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഇവിടെ ഓർ ഇട്ടിട്ട് എഴുതുക കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ Ca2+ന് എഴുതുവാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ Mg2+ന് എഴുതുക. ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഇക്വേഷൻ EBT യൂസ് ചെയ്തിട്ട് CaEBT എഴുതുക. സെക്കൻഡ് ഇക്വേഷൻ വിത്ത് Mg2+. രണ്ട് ഇക്വേഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കോളൂ. അല്ലെങ്കിൽ ഇത് കണ്ടാൽ നോക്കുന്ന ആൾക്കും ചിലപ്പോൾ നിങ്ങൾക്കും കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അത് EDTയുടെ ന്യൂമറിക്കൽസ് ആണ്. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. കുറച്ചുകൂടെ പ്രോബ്ലംസ് അതിലേക്ക് ആഡ് ചെയ്യണം. നിങ്ങൾ ആ മെത്തേഡ് പഠിക്കുക ആദ്യം. നമുക്ക് ഹാർഡ്നെസ് ഉണ്ട്, അത് രണ്ട് ടൈപ്സ് ഉണ്ടായിരുന്നു, പെർമനന്റ് ആൻഡ് ടെമ്പററി ഹാർഡ്നെസ്. അതിലെ ഓരോ സോൾട്ടും കോസ് ചെയ്യുന്ന ടൈപ്പ് ഹാർഡ്നെസ്. ഏതൊക്കെ സോൾട്ട് ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യും, ഏതൊക്കെ സോൾട്ട് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഹൗ ടു എസ്റ്റിമേറ്റ് ഹാർഡ്നെസ് പ്രസന്റ് ഇൻ വാട്ടർ, EDTA മെത്തേഡ്. സോ ഹാർഡ്നെസിന്റെ കാൽക്കുലേഷൻ EDTA മെത്തേഡിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം, ദാറ്റ് ഈസ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്. എന്താണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സോൾട്ട്സ് ഫ്രം വാട്ടർ. എങ്ങനെയാണ് ഈ ഹാർഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോൾട്ട്സ്? കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് പറഞ്ഞു, ക്ലോറൈഡ്, സൾഫേറ്റ്. ഈ 6 സോൾട്ട്സിനെ എങ്ങനെ വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാം, ആ പ്രോസസ്സാണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്. എക്സാമിന് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡിന്റെ എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 മാർക്കിനാണെങ്കിലും എന്താണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കാൻ മറന്നു പോകരുത്. എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 1 മാർക്ക് ആ ഡെഫിനിഷൻ ഉണ്ടാവും. ആ പ്രോസസ്സിന്റെ ഡെഫിനിഷൻ എന്താണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്, അതിന്റെ ഡെഫിനിഷന് 1 മാർക്ക് ഉണ്ടാവും. സോ ആ ഡെഫിനിഷൻ എഴുതി വെക്കുക. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സോൾട്ട്സ് ഫ്രം വാട്ടർ. ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമുക്ക് കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ സിലബസിലുള്ളത് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ്. നിങ്ങൾക്ക് അറിയോ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്താണെന്ന്? അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നോക്കാം. അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഡീമിനറലൈസേഷൻ പ്രോസസ്. വാട്ടർ സാമ്പിളിലുള്ള മിനറൽസിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ട്സിനെ റിമൂവ് ചെയ്യുന്നു. ഡീമിനറലൈസേഷൻ പ്രോസസ്. It is an external treatment method to remove
temporary and permanent hardness of water. Using ion exchange method, we can remove both temporary and permanent hardness of water. Then here we use ion exchange resins. നമ്മൾ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന് വേണ്ടി റെസിൻസ് യൂസ് ചെയ്യുന്നു. എന്താണ് ഈ റെസിൻസിന്റെ സ്ട്രക്ചർ? എന്താണ് ആ ഒരു കോമ്പൗണ്ട്? ഈ അയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്ട്രക്ചറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. അയോൺ എക്സ്ചേഞ്ച് റെസിൻ, they are cross-linked organic polymer network having some ionizable groups. Ion exchange resin has close-linked organic polymer network having some ionizable groups, and they have high molecular weight with porous structure. There is functional groups attached to the polymeric chain which are responsible for ion exchange properties. എന്തൊക്കെയാണ് അയൺ എക്സ്ചേഞ്ച് റെസിൻ? അതൊരു ക്രോസ് ലിങ്ക്ഡ് ഓർഗാനിക് പോളിമേഴ്സ് ആണ്. അതായത് ഒരു പോളിമറിന്റെ ചെയിൻ, അതിൽ നിന്ന് വരുന്ന ക്രോസ് ലിങ്ക്സ്, അടുത്ത പോളിമർ ചെയിൻ, അവിടെ ഉണ്ടാവുന്ന ക്രോസ് ലിങ്ക്സ്, അങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സം അയണൈസബിൾ ഗ്രൂപ്പ്സ്. അയണൈസ് ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പ്സ് പ്രസന്റ് ആണ്. ആ ഗ്രൂപ്പ്സ് ഏതാണെന്നാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത്. നോക്കാം. ആൻഡ് ദേ ഹാവ് ഹൈ മോളിക്കുലർ വെയിറ്റ്. ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഓർഗാനിക് പോളിമേഴ്സ് ആണ് വിത്ത് പോറസ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ ഈ ഹാർഡ് വാട്ടർ അയൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്ത് പോകണല്ലോ. ഹാർഡ് വാട്ടർ അയൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്ത് പോകണം. പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ ആയിരിക്കണം ഈ റെസിന് ഉണ്ടായിരിക്കേണ്ടത്. സോ ദേ ഹാവ് പോറസ് സ്ട്രക്ചർ ആൻഡ് ദേ പോളിമറിക് ചെയിൻ കണ്ടെയ്ൻസ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ആ പോളിമറിന്റെ ചെയിനിൽ ചില ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് അയൺ എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുന്നത്. There are some functional groups attached to the polymeric chain, and these functional groups are responsible for ion exchange properties. Okay. Then, principle of ion exchange method. എക്സാമിന് നമ്മളോട് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ് ചോദിച്ചതെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൽ പോകുക കേട്ടോ. എന്താണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് എഴുതുക, അതിൽ യൂസ് ചെയ്യുന്ന അയൺ എക്സ്ചേഞ്ച് റെസിൻ, പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ, ആ പ്രോസസ്സിന്റെ പ്രിൻസിപ്പിൾ, അത് കഴിഞ്ഞ് അതിന്റെ പ്രൊസീജിയർ, പിന്നെ അഡ്വാൻറ്റേജസോ ഡിസ്അഡ്വാൻറ്റേജസോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും എഴുതുക. എന്താണ് പ്രിൻസിപ്പിൾ? അയൺ എക്സ്ചേഞ്ച് റെസിൻ process is capable of exchanging ions, both cations and anions, with ionic components in solution. നമ്മൾ എന്താണ്, നമ്മൾ ഹാർഡ് വാട്ടറിനെ ഈ അയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹാർഡ് വാട്ടറിൽ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ട്സ് ഉണ്ട്. സോൾട്ട് എന്ന് പറയുന്നത് കാറ്റയോണും ആനയോണും ആണ് അല്ലെ. MgCl2 മെഗ്നീഷ്യം 2+ കാറ്റയോൺ ആണ്, Cl- ആനയോൺ ആണ്. അങ്ങനെ ഏതൊരു സോൾട്ടിലും ആനയോണും കാറ്റയോണും ഉണ്ട്. ആ സോൾട്ടിലെ കാറ്റയോണിനെയും ആനയോണിനെയും റെയ്ഹാൻ കാറ്റയോണിനെയും ആനയോണിനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഈ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. ഏത് അയോൺസും ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഈ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാറ്റയോൺസും ആനയോൺസും സൊല്യൂഷനിലുള്ള അയോൺസും ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സൊല്യൂഷനിൽ കാറ്റയോൺസും ആനയോൺസും ഉണ്ടാവും. സൊല്യൂഷനിലല്ല, റെസിനില് കാറ്റയോൺസും ആനയോൺസും ഉണ്ടാവും. അതുപോലെ നമ്മുടെ വാട്ടറിലും കാറ്റയോൺസും ആനയോൺസും ഉണ്ടാവും. വാട്ടറിലെ ആനയോൺസും കാറ്റയോൺസും
റെസിനിലെ കാറ്റയോൺസും ആനിയോൺസും ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. And this process is a reversible chemical reaction. നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ അല്ലെങ്കിൽ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ അത് ഈ പ്രോസസ്സിന് ശേഷം റീജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. So the reaction is a reversible reaction. You can regenerate both anion exchange resin and cation exchange resin. And ion from a solution is exchanged for a similarly charged ion of a solid exchanger. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ ചാർജുള്ള അയോൺസ് തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. Ions from a solution, that is water sample, is exchanged for a similarly charged ion of a solid exchanger. Solid exchanger എന്ന് പറയുന്നത് നമ്മുടെ റെസിനെ തന്നെയാണ്. സോ നമ്മുടെ വാട്ടർ സാമ്പിളിലുള്ള അയോണിന്റെ അതേ ചാർജുള്ള റെസിനിലെ അയോണുമായിട്ടാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സോളിഡ് എക്സ്ചേഞ്ചേഴ്സിന്റെ അല്ലെങ്കിൽ റെസിൻസിന്റെ എക്സിസ്റ്റൻസ്? ഇറ്റ് ക്യാൻ ബി ഐദർ സിന്തറ്റിക് ഓർ നാച്ചുറലി ഒക്കറിംഗ് inorganic zeolites. So solid exchangers are either synthetic, man-made, artificial, or naturally occurring inorganic zeolites. And based on the ions, നമ്മൾ പറഞ്ഞു cationസിനെയും എക്സ്ചേഞ്ച് ചെയ്യാം, anionsനെയും എക്സ്ചേഞ്ച് ചെയ്യാം. So based on that, there are cation exchangers and anion exchangers. Cation exchangers are used to exchange cations. Anion exchangers are used to exchange anions. സൊല്യൂഷനിലെ കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാം. അതുപോലെ സൊല്യൂഷനിലുള്ള ആനിയോൺസിനെ ആനിയോൺ എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന അയോൺ എക്സ്ചേഞ്ച് റെസിൻസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്, ആ സ്ട്രക്ചറിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ദേ ആർ ഇൻസൊല്യൂബിൾ, ക്രോസ് ലിങ്ക്, ഹൈ മോളിക്കുലർ വെയിറ്റ്, porous structures. There is a functional group attached to the polymeric chain. This functional group is responsible for ion exchange properties. ഈ പോയിന്റ്സിൽ ഏതിലെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടോ? മനസ്സിലാവാതെയുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നോ? പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ആ പോയിന്റ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഫിഫ്റ്റി തരുമ്പോഴേക്കും ആ പോയിന്റ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരാം. അതിൽ ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാതെ ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. പ്രിൻസിപ്പിൾ എന്താണെന്ന് കണ്ടു. ഇനി എന്താണ് ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ, എന്താണ് ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ? Cation exchange resins, we can represent cation exchange resins as R minus H plus. Cation exchange resins can be represented as R minus H plus. ഇതിലെ കാറ്റയോൺ ഏതാണ്? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ആണല്ലോ. ഈ R മൈനസ് എച്ച് പ്ലസിലെ കാറ്റയോൺ ഏതാണ്? R minus H plus. അയ്യോ,
ഇത് R മൈനസ് H പ്ലസ്. അതിലെ കാറ്റയോൺ ഏതാണ്? ഓക്കെ. പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണോ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണോ കാറ്റയോൺ? പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണോ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണോ കാറ്റയോൺ? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? യെസ്. പോസിറ്റീവ് പോസിറ്റീവ്. കാറ്റയോണിന് നമ്മൾ സ്പെല്ലിംഗ് എഴുതിയാൽ എങ്ങനെയാ വരിക? കാറ്റയോൺ CAT അല്ലേ? ആ ടിക്ക് പോസിറ്റീവ് ചാർജ് ആയിട്ടൊരു റിലേഷൻ ഇല്ലേ? അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. കാറ്റയോൺ എഴുതുമ്പോൾ CAT ആണ്. ടി എന്ന് എഴുതുന്നത് ഒരു പ്ലസ് സൈൻ അല്ലേ? കാറ്റയോൺ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. യെസ്, ഇവിടെയുള്ള കാറ്റയോൺ എന്ന് പറയുന്നത് H പ്ലസ് ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ H പ്ലസ്. ദാറ്റ് ഈസ് ദ കാറ്റയോൺ ഹിയർ. R മൈനസ് H പ്ലസിലെ കാറ്റയോൺ H പ്ലസ് അയോൺ ആണ്. എന്തായിരിക്കും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവുക? നമ്മുടെ ഹാർഡ് വാട്ടറിലുള്ള കാറ്റയോണും ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന്റെ H പ്ലസും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാറ്റയോൺസും കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന്റെ H പ്ലസ് അയോൺസും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ. ഏതൊക്കെ കാറ്റയോൺസ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? ഏതൊക്കെ കാറ്റയോൺസ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? ഇത് ടൈപ്പ് ചെയ്ത് പറയണോ? ഞാൻ പറയണം എന്ന് പറഞ്ഞിട്ട് പറ. മൈക്ക് ഓൺ ചെയ്ത് പറയൂ. യെസ്, കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം അതാണ് കാറ്റയോൺസ്. Ca2 പ്ലസ് ആൻഡ് Mg2 പ്ലസ്. യെസ് അനുശ്രീ, Ca2 പ്ലസ് ആൻഡ് Mg2 പ്ലസ്. യെസ്, അതാണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാറ്റയോൺസ്. നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന Ca2 പ്ലസും Mg2 പ്ലസും കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന്റെ H പ്ലസും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നോക്കാം. Cation exchange resins have acidic functional groups like SO3H, COOH or OH. Sulfonic group, carboxylic acid functional group or alcoholic functional group. SO3H, COOH or OH, which are capable of exchanging cations of minerals by the hydrogen ions. എന്താണ് പറഞ്ഞത്? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെയാണ് ഉണ്ടാവുക. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. SO3H, COOH or OH. These are acidic functional groups. And these H plus ions are exchanged with cations of minerals. മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട്സ്, ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന സോൾട്ട്. അതിന്റെ കാറ്റയോൺസും ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ അയോൺസും തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റൈറീൻ ഡൈവിനൈൽ ബെൻസീൻ കോപോളിമർ. സ്റ്റൈറീൻ ഡൈവിനൈൽ ബെൻസീൻ കോപോളിമർ on carboxylation or sulfonation. എന്താണ്? കാർബോക്സിലിക് ഫങ്ഷണൽ ഗ്രൂപ്പോ സൾഫോണിക് ഗ്രൂപ്പോ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് കാർബോക്സിലേഷൻ ഓർ സൾഫോണേഷൻ എന്ന് പറയുന്നത്. സോ ഈ പോളിമറിലേക്ക് SO3HO, COOHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ത്രൂ കാർബോക്സിലേഷൻ ഓർ സൾഫോണേഷൻ. Then
this polymer becomes carboxylated or sulfonated styrene divinyl benzene copolymer. ആ കോപോളിമറിലേക്ക് SO3H അല്ലെങ്കിൽ COOH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഗ്രൂപ്പിൽ നമുക്കറിയാം H+ അയോൺസ് ഉണ്ട്. സോ വാട്ടർ സാമ്പിളിലുള്ള കാറ്റയോൺസും ഈ H+ അയോൺസും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നു. This copolymer can exchange their H+ ions with the cations in water sample. അതിന്റെ equations. RH2 നമ്മുടെ റെസിൻ പ്ലസ് CaCl2. So hardness കോസ് ചെയ്യുന്ന cation, that is Ca2+, and H+ ions of cation exchange resin will be exchanged. എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള ഹൈഡ്രജൻ അയോൺസ് ഈ ക്ലോറൈഡ് അയോൺസിലേക്ക് പോകുന്നു. ഈ കാൽഷ്യം അയോൺസ് ആ പോളിമറിന്റെ ചെയിൻ, അതാണ് R ഗ്രൂപ്പ്, ഓർഗാനിക് പോളിമർ ചെയിൻ, R ഗ്രൂപ്പിലേക്ക് വരുന്നു. അങ്ങനെയല്ലേ ഉള്ളത്? RH2 plus CaCl2 gives RCa plus 2HCl. Here also magnesium 2+, Mg2+ അയോൺസും ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാറ്റയോൺ ആണ്. So here also there will be exchange of cations. RH2 plus MgSO4 gives RMg plus H2SO4. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ചോദിച്ചാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, ഏത് അയോൺസ് തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്, അതുപോലെ ഇക്വേഷൻ, പിന്നെ അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, സോ നമ്മുടെ ഹാർഡ് വാട്ടർ ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുന്നു. ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കാറ്റയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു, അല്ലെ? കാറ്റയോൺസ് ഇപ്പൊ നമ്മുടെ ഹാർഡ് വാട്ടറിൽ നിന്ന് പോയി. ബട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതെന്താണ്? ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ, ഇറ്റ് കണ്ടെയ്ൻസ് ആസിഡ്. ഇവിടെയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. സോ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടറിൽ അത് അസിഡിക് വാട്ടർ, അസിഡിക് നേച്ചർ ആയിരിക്കും, അസിഡിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ എന്താണ്? ഇതിൽ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. എന്താണ് ആനിയോണിക് എക്സ്ചേഞ്ച് റെസിൻ? അതിന്റെ ഒരു എക്സാമ്പിൾ, വെൻ സ്റ്റൈറീൻ ഡൈവിനൈൽ ബെൻസീൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതേ പോളിമർ തന്നെ, സ്റ്റൈറീൻ ഡൈവിനൈൽ ബെൻസീൻ ഓർ അമീൻ ഫോർമാൽഡിഹൈഡ് കോപോളിമേഴ്സ് containing amino NH2, quaternary ammonium, നൈട്രജന്റെ NH3 ഗ്രൂപ്പ് എടുത്താൽ അതിലെ 3 ഹൈഡ്രജനെയും റിമൂവ് ചെയ്തു, നൈട്രജന്റെ ഒരു ലോൺ പെയറിനെയും റിമൂവ് ചെയ്തു. അങ്ങനെയാണ് ക്വാട്ടേർണറി അമോണിയം ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. N+ or tertiary sulfonium groups are treated with dilute NaOH. They become capable of exchanging the OH- or NH2 ion, NH2 group with anions present in water. എന്താണ് നമ്മുടെ എക്സാമ്പിൾ? അമിനോ ഗ്രൂപ്പ്, ക്വാട്ടേർണറി അമോണിയം ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെർഷ്യറി സൾഫോണിയം ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോപോളിമർ നമ്മൾ എടുക്കുന്നു. ഏതൊക്കെ കോപോളിമർ ആവാം? സ്റ്റൈറീൻ ഡൈവിനൈൽ ബെൻസീനോ, അമീൻ ഫോർമാൽഡിഹൈഡോ കണ്ടെയ്നിങ് ദീസ് ഗ്രൂപ്പ്സ്. ആ കോപോളിമർ ഡൈല്യൂട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആ കോപോളിമറിനെ
ഡൈല്യൂട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തു. Then it will become an anion exchange resin which can exchange their OH minus or NH2 group with anions present in water. അങ്ങനെ ഡൈല്യൂട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താകും? ആ ഒരു കോപോളിമറിന്റെ OH മൈനസ് അയോൺസോ NH2 ഗ്രൂപ്പോ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ആനിയോൺസും ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. പോളിമറിലുള്ള OH മൈനസ് അല്ലെങ്കിൽ NH2 ഗ്രൂപ്പും ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ആനിയോൺസും. ഏതൊക്കെ ആനിയോൺസ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? ഏതൊക്കെ ആനിയോൺസ് ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? Bicarbonates, sulfates and chlorides. Yes. Bicarbonates, sulfates and chlorides. ആ ആനിയോൺസും ഈ ഗ്രൂപ്പ്സിലുള്ള OH മൈനസ് ഓർ NH2 ഗ്രൂപ്പ്സും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. Okay. And these groups, OH minus and NH2 groups are basic. So എങ്ങനെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്? റിയാക്ഷൻസ്. അതിന്റെ എക്സാമ്പിൾസ്: R-OH twice. That is an anion exchange resin. അത് ഓൾറെഡി നമ്മുടെ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തു വന്ന വാട്ടർ ഉണ്ടല്ലോ. ആ വാട്ടറിൽ എന്തുണ്ട്? ആനിയോൺസ് ഉണ്ട്. ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ആനിയോൺസ് ഉണ്ട്. ആ ആനിയോൺസും ആയിട്ടാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ H2SO4 HCl ഒക്കെ വന്നത്. R-OH twice plus H2SO4. ആ H2SO4 വരുന്നത് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടറിലുള്ള H2SO4 ആണ്. ഇവിടെയും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഈ OH മൈനസ് അയോൺസ് ഹൈഡ്രജനിലേക്ക് പോകുന്നു. SO4 2 മൈനസ് പോളിമറിക് ചെയിനിലേക്ക് വരുന്നു. It will become R-SO4 plus H2O. ബാലൻസ് ചെയ്യുമ്പോൾ അത് 2H2O ആവും. അതുപോലെ HCl കേസും R-OH twice plus HCl gives R-Cl plus 2H2O. എക്സ്ചേഞ്ച് നടക്കുന്നു. ക്ലോറൈഡ് അയോൺസ് പോളിമറിലേക്ക് വരുന്നു. OH മൈനസ് അയോൺസ് ഈ ഹൈഡ്രജനിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നിന്ന് വരുന്ന ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ അത് അസിഡിക് ആണോ ബേസിക് ആണോ? ബേസിക് ആണോ? OH മൈനസ് ഉണ്ടായിരുന്നു അല്ലെ? ആ OH മൈനസും H+ അയോൺസും കൂടി കമ്പൈൻ ചെയ്ത് H- അയോൺസും കൂടി കമ്പൈൻ ചെയ്ത് ന്യൂട്രൽ ആയി. ഓക്കെ, യെസ്, ന്യൂട്രൽ ആയി ശ്രീ. H2O ആണ് കിട്ടുന്നത് അല്ലെ? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് പുറത്തു വരുന്നത് അസിഡിക് നേച്ചറുള്ള വാട്ടർ ആയിരുന്നു. ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലെ OH മൈനസ് അയോൺസും H+ അയോൺസും കൂടി കമ്പൈൻ ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്തു. H2O പുറത്ത് കിട്ടി. ഓക്കെ, നമ്മുടെ പ്രോസസ് എന്തായിരിക്കും? അവിടെ രണ്ട് ചേംബേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ചേംബറിൽ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ആയിരിക്കും, രണ്ടാമത്തെ ചേംബർ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ ആയിരിക്കും. വാട്ടറിനെ നമ്മൾ പാസ് ചെയ്യുന്നു. ആദ്യം കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പോകുന്നു. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നു. അസിഡിക് നേച്ചറുള്ള വാട്ടർ നമുക്ക് കിട്ടുന്നു. അതിനുശേഷം അത് ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്യുന്നു. പുറത്തേക്ക് ഇടുന്ന വാട്ടറിലെ അസിഡിക് നേച്ചർ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ന്യൂട്രൽ ആയിട്ടുള്ള പ്യുവർ വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. പ്രിൻസിപ്പിൾ പഠിച്ച പ്രൊസീജിയറിന് എന്താ പ്രശ്നം? ഈസി അല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? സോ എക്സാമിന് നിങ്ങളോട് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനോ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പ്,
ഏത് അയോൺസ് ആണ് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ അതിന് ഇക്വേഷൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു എക്സാമ്പിൾ.